ഐസിയുവിൽ പ്രവേശിച്ച 5 റിവ്യൂവിലേക്ക് എത്താപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. ഇവിടെ ഗവൺമെന്റ് ഇല്ലെന്ന് എനിക്കറിയാം. നമ്മുടെ ആരോഗ്യ വകുപ്പ് നേരത്തെ വെന്റിലേറ്ററിലാണെങ്കിൽ ഇപ്പോൾ മോർച്ചറിയിലാണ്. മോർച്ചറി കിടക്കുന്ന ആരോഗ്യ വകുപ്പിനെ പറ്റി എന്ത് പറയാനാണ്? പക്ഷേ നമ്മുടെ കേരളത്തിലെ അഞ്ച് പേരാണ് ഈ തീപിടുത്തത്തെ തുടർന്ന് മരണമടഞ്ഞത്. ഇതിനെപ്പറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? നിരാലംബരായ 5 ആളുകൾ തീവെന്ത് ഐസിയുവിൽ പ്രവേശിപ്പിച്ച് അവർ ഇപ്പം മരണമടഞ്ഞിരിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ ആര് സഹായിക്കും? ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തെ പറ്റി എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല? ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ടാണോ അന്വേഷണം നടക്കാത്തത്? അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ രൂപം ഇവിടെ ഉണ്ടല്ലോ, ഗവൺമെൻറ് ഇടപെടാമല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് കഴിയുന്നതാണ്. പക്ഷേ ഈ കാര്യത്തിലൊന്നും ഗവൺമെൻറ് ഒരു കാര്യവും ചെയ്യുന്നില്ല. വളരെ ശക്തമായ പ്രതിഷേധം ഞാൻ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ പത്രപ്രവർത്തകരോട് കടക്ക് പുറത്തെന്നാണ് പറഞ്ഞത്. 1-2 മണിക്കൂർ അവരോടൊപ്പം ചെലവഴിക്കുകയാണ് അദ്ദേഹം. ചേർത്ത് പിടിക്കുകയാണ് അവരെ, പത്രക്കാരെ ചേർത്ത് പിടിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പം ചെയ്യുന്നത്. മറ്റേ കടക്ക് പുറത്തെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ചേർത്ത് പിടിച്ചിരുന്ന കുറേ ആളുകളുണ്ട്, അദ്ദേഹത്തെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്ന ആളുകൾ ഒന്നൊന്നായി അദ്ദേഹത്തെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വൻ തകർച്ചയിലാണ്. അപജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളരെ വലുതായി ബാധിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ പാർട്ടി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും CPM നേരിട്ടിട്ടില്ലാത്ത അപജയമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി വിടുന്ന ഓരോ നേതാക്കന്മാരും പാർട്ടിക്കകത്ത് നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടും. ഇത്രയും വലിയ ഏകാധിപത്യവും അരാജകത്വവും മറ്റൊരു പാർട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് പാർട്ടി തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ശേഷം ആളുകൾ, നേതാക്കന്മാർ പാർട്ടി വിട്ടു പോകുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPMന് ബംഗാളിലെ പാത പിന്തുടരേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സീറ്റും ജയിക്കാൻ സാധ്യതയുള്ള ജില്ലയാണ് കോട്ടയം ജില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് വന്ന് പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായി പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന ജോസഫ് വാഴക്കന് സീറ്റ് അവസാന വർഷം കിട്ടാതെ വരികയും അദ്ദേഹത്തോട് നേതൃത്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരണം ആരംഭിക്കുകയും 1,00,000-ലേറെ പോസ്റ്ററുകൾ അടിക്കുകയും 2,500 ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തിന് ആരെങ്കിലും വാഗ്ദാനം കൊടുത്തിരുന്നു സീറ്റ് നൽകാമെന്ന്? ജോസഫ് വാഴക്കൻ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, KPCCയുടെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, മുൻ MLAയുമായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലാണ്. ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്നൊരു പൊതുവായ ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം സീറ്റിന് അർഹനായ വ്യക്തിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അദ്ദേഹം ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ വളരെ പക്വമായ നിലപാട് സ്വീകരിച്ച് ഞാൻ അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ പാർട്ടിക്കകത്ത് പല കാരണങ്ങൾ കൊണ്ട് സീറ്റ് കൊടുക്കേണ്ട പല അർഹരായ ആളുകൾക്കും കൊടുക്കാൻ കഴിയാതെ വരും. ഇപ്പം പാർട്ടിക്കകത്ത് തന്നെ ധാരാളം ആളുകൾ സീറ്റിന് അർഹതപ്പെട്ട ആളുകളാണ്. പക്ഷെ അവർക്ക് നമ്മൾ പലപ്പോഴും സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അത് അവരെ കൊച്ചാക്കി കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മയാണെന്നോ ഒരിക്കലും നമ്മൾ പറയില്ല. കഴിവുള്ള ധാരാളം നേതാക്കന്മാർ പാർട്ടിയിലുണ്ട്. ജോസഫ് വാഴക്കന് സീറ്റ് കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ കമ്മിറ്റിക്കകത്തുണ്ടായിരുന്ന പൊതു തീരുമാനം. പക്ഷേ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വന്നപ്പോഴാണ് അതിന് മറ്റൊരു തീരുമാനം ഉണ്ടായത്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് വിഷമമുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഏതായാലും അദ്ദേഹം ഒരു പാർട്ടി നേതാവെന്നുള്ള നിലയിൽ എടുത്ത നിലപാടിനോട് ഞാൻ വളരെയേറെ
സന്തോഷം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തന്റെ നേതാവായിട്ടുള്ള അങ്ങേക്ക് പോലും അദ്ദേഹത്തിന്റെ സീറ്റ് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിന് ഞാനിരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ സീറ്റും കൊടുത്തിട്ടുണ്ട്. സിറ്റിംഗ് MLA ആയ ജോർജ് മാത്യുവിനെ പോലും മാറ്റിയിട്ട് ഞാൻ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.